റഹീസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, 3 കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമ്മത്തൊട്ടിലിൽ വന്നിരിക്കുന്നത്. അവരുടെ പേരുകൾ ഇട്ടു എന്നുള്ളത് അറിഞ്ഞു. എങ്ങനെയാണ് ഇതിനെ ശിശുക്ഷേമ സമിതി നോക്കിക്കാണുന്നത്? കാരണം ഇതിങ്ങനെ ഒരു ദിവസം 3 കുഞ്ഞുങ്ങൾ വരുന്നത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അല്ലേ റഹീസ്? അരുൺ, ശിശുക്ഷേമ സമിതിയുടെ ചരിത്രത്തിൽ അങ്ങനെ നമ്മൾ 12 മണിക്കൂർ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അരുൺ ഗോപി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 8 മണിക്കൂറിനിടെയാണ് 3 സുന്ദരികളായ പെൺകുട്ടികൾ ശിശുക്ഷേമ സമിതിയുടെ തൊട്ടിലേക്ക് വന്നത്. അത് 2 പേര് തിരുവനന്തപുരത്തെ തൈക്കാടുള്ള ശിശുക്ഷേമ സമിതിയുടെ തൊട്ടിലാണ് വന്നത്. ഒരു പെൺകുഞ്ഞ്, ആ പെൺകുഞ്ഞിന് 20 ദിവസമാണ് പ്രായം. മറ്റു 2 പേർക്കും 2 ആഴ്ചയാണ് പ്രായം. അത് ആലപ്പുഴയിലാണ് 20 ദിവസമായ പെൺകുഞ്ഞ് വന്നത്. നേരത്തെ അരുൺ ഗോപി പറഞ്ഞതുപോലെ അഹിംസയെന്നും അക്ഷരയെന്നും വീണയെന്നും അവരെ പേരിട്ട് വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ പേര് ഇടുകയും ചെയ്തു. നേരത്തെ അരുൺ പറഞ്ഞതിനോട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത് അമ്മ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള സന്തോഷവുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള അമ്മത്തൊട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ അവർ എന്തായിരിക്കും ചെയ്യുക? കാരണം അവർക്ക് ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കണം. അപ്പോൾ എന്ത് ക്രൂരത പോലും ചെയ്തേനെ. ആ ഒരു അർത്ഥം വെച്ച് നോക്കുമ്പോൾ നമുക്കതിലൊരു സന്തോഷിക്കാൻ ഒരു നേരത്തെ ആരും പറഞ്ഞത് ആശ്വസിക്കാൻ എന്ന് നമുക്ക് പറയാം. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ വീണ, അഹിംസ, അക്ഷര വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ മിടുക്കികളായിട്ട് വരട്ടെ. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തി ആ പെൺകുഞ്ഞുങ്ങൾക്ക് കൊടുക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.